ഹേയ് ഗായ്സ്, അസ്സലാമു അലൈക്കും. ഈ ഒരു വ്ളോഗ് എന്ന് പറയുന്നത് ഞങ്ങളുടെ കോളേജ് യൂണിയൻ ഡേ പ്രോഗ്രാമിൻ്റെ അന്നെടുത്തൊരു വ്ളോഗാണ്. ബാക്കി വിശേഷങ്ങളൊക്കെ അറിയിക്കാം. ഞാൻ ഈ ഒരു വീഡിയോക്ക് വോയിസ് ഓവറൊക്കെ കൊടുക്കുന്ന ഹോസ്റ്റലിൽ ഇരുന്നിട്ടാണ്. സോ അതിൻ്റേതായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് സൗണ്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, ഒന്ന് ക്ഷമിക്കുക എല്ലാവരും. കോളേജിൽ സാധാരണ എത്തുന്ന പോലെ തന്നെ ഒരു 9:30 ആകുമ്പോഴത്തേക്ക് എത്തി. അപ്പോഴേക്ക് ആൾക്കാർക്ക് ഇങ്ങനെ വന്ന് തുടങ്ങുന്നുണ്ടായിരുന്നുള്ളൂ. അപ്പോഴേക്ക് എൻ്റെ ഫ്രണ്ട് ഭവ്യ, അതുപോലെ തന്നെ ജൂനിയറാണ് ഗായത്രി, ഡാൻസൊക്കെ റീലിന് വേണ്ടി പ്രാക്ടീസ് ചെയ്യുന്നുണ്ടായിരുന്നു. എന്താണ് നമ്മളെ ചാനലിനെ കുറിച്ച് പറയാനുള്ളത്? വളരെ വളരെ നല്ല ക്ലാസ്സിൽ MCT കോളേജ് എന്താണെന്ന് അതിൽ ശരിക്കും പറയുന്നുണ്ട്. ഞങ്ങളുടെ കോളേജിന്റെ പ്രകൃതി ഭംഗി നിങ്ങൾ കാണുന്നതെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഇപ്പോൾ ഈ വോയിസ് കൊടുത്തിരിക്കുന്ന ഞങ്ങളുടെ ഡയറക്റ്റ് ജൂനിയർ ആട്ടോ, ഷിക്ക എന്നാണ് ആളെ പേര്. പിന്നെ ഇതൊക്കെ എൻ്റെ ഫ്രണ്ട്സാണ്. ഞാൻ അധികം ഷോർട്സ് ഒക്കെ അപ്ലോഡ് ചെയ്യുന്ന സമയത്തും ഇവരാണ് എൻ്റെ ഷോർട്സിലൊക്കെ അധികം ഉണ്ടാവാറുള്ളത്, എല്ലാ ഫ്രൈഡേയ്സിലും. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരത്തെ ഫോട്ടോ എടുപ്പൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒരാൾ പറഞ്ഞു, ഞാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടില്ല, എനിക്ക് എന്തെങ്കിലും കഴിക്കണം, അല്ലെങ്കിൽ ഞാനിപ്പോൾ ചത്തുപോയേ എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ക്യാൻറ്റീനിൽ കയറി. അവൾ എന്തെങ്കിലും കഴിക്കുന്ന സമയത്ത് ഞാനും ഭവ്യയും കൂടെ കൈയിട്ട് വാരി. അപ്പോഴേ ഇങ്ങനെ ഞങ്ങൾ യൂണിയൻ മെമ്പേഴ്സൊക്കെ വിളിക്കുന്നുണ്ടായിരുന്നു, പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാനായി, അപ്പോൾ എല്ലാവരും ഉള്ളിലേക്ക് വന്നിരിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഞങ്ങളെല്ലാവരും ഉള്ളിൽ കയറിയിരുന്നു. പ്രോഗ്രാമൊക്കെ ഏകദേശം ഒരു 10-11 മണിയാകുമ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അനിൽകുമാർ സർ ഉണ്ടായിരുന്നു, MLA. മൂപ്പര് പെട്ടെന്നൊരു മരണം കാരണം തൃശ്ശൂർ വരെ പോകേണ്ടതുള്ളത് കൊണ്ട് വരില്ല എന്നിപ്പോൾ വിളിച്ചു പറഞ്ഞു. അപ്പോൾ മൂപ്പര് ഇവിടെ ഞാൻ ആദ്യം തന്നെ പറയുകയാണ്. പിന്നെ നമ്മുടെ എല്ലാമായ നമ്മുടെ എല്ലാവിധ സപ്പോർട്ടും തന്നെ നമ്മുടെ യൂണിയൻ എന്തെങ്കിലും ഒരു ആവശ്യവുമായി നമ്മൾ കയറി ചെല്ലുന്ന സമയത്ത് എല്ലാവിധ സപ്പോർട്ടും തരുന്ന നമ്മുടെ പ്രിൻസിപ്പൽ ഡോക്ടർ നസ്രുദ്ദീൻ സർ, അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ആശംസ അഡ്വൈസർ, അതിലുപരി കഴിഞ്ഞ 2 വർഷത്തെ MCT എന്ന നിയമകലാലയത്തിന്റെ വിദ്യാർത്ഥി യൂണിയനെ മികച്ചതിൽ മികച്ചതാക്കാൻ മുന്നിൽ നിന്ന് നയിച്ച, ഒരിക്കലും വിട്ടുപോവാൻ പറ്റാത്തൊരു പേരുണ്ട് MCT. അദ്ദേഹമാണ് നമ്മുടെ ഒരു 12 മണി 12:15 ആകുമ്പോഴത്തേക്ക് ഞങ്ങളുടെ യൂണിയൻ ഡേ ഇനോഗ്രേഷൻ ഒഫീഷ്യലി കഴിഞ്ഞു. ഇപ്രാവശ്യത്തെ ഞങ്ങളുടെ യൂണിയൻ്റെ പേര് അലോക എന്നാണ്. ലൈറ്റ് വിഷൻ മിഷൻ എന്നുള്ളൊരു മീനിങ് ആണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഈ ഒരു വ്ളോഗിൽ ഞാൻ മാക്സിമം പ്രോഗ്രാംസ് ഇൻവോൾവ് ചെയ്തിട്ടുണ്ട്, ഞങ്ങളുടെ സീനിയേഴ്സിൻ്റെയും ജൂനിയേഴ്സിൻ്റെയും, അതുപോലെ തന്നെ ഇപ്രാവശ്യം ജോയിൻ ചെയ്ത 3 ഒക്കെ ആയിട്ട്. പിന്നെ കൂടുതൽ ഇൻവോൾവ് ചെയ്ത് നിങ്ങളെ ബോറടിപ്പിക്കേണ്ടെന്ന് വെച്ചിട്ടാണ് ഞാൻ കൂടുതലൊന്നും ഇൻവോൾവ് ചെയ്യാത്തത്. കാരണം നമുക്ക് കുറേ ടൈം കണ്ടിരിക്കുമ്പോൾ നമുക്ക് ബോറടിക്കും. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് ക്ലിപ്സൊക്കെ ഞാൻ കുറേയൊക്കെ എന്നാലും ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്, ബോറടിക്കരുതല്ലോ എന്ന് വിചാരിച്ചിട്ട്. കോളേജ് യൂണിയൻ്റെ ആ ഒരു കോളേജിൽ വീണ്ടും എത്താൻ സാധിച്ചതിലൂടെ എൻ്റെ സന്തോഷം ഞാൻ ആദ്യമായി മാനേജ്മെൻറ്റ് കമ്മിറ്റിയുമായും അതുപോലെ തന്നെ ബഹുമാന്യനായ പ്രിൻസിപ്പൽ അടക്കമുള്ള അധ്യാപക സംഘത്തെയും ഞാൻ അറിയിക്കുകയാണ്. മറ്റൊരു കാര്യം, ഇവിടെ കോളേജ് യൂണിയൻ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും ഞാനും കോളേജ് യൂണിയൻ്റെ ഭാരവാഹിയൊക്കെ ആയ ആളുകളാണ്, വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനത്തുമുള്ള ആളുകളാണ്. പ്രിയങ്കരനായ ഇത് മന്മത പുയല അഴടാ പൂവിൻ കാനാടാ, അഴകി വെത്താൻ താനാടാ, അഴകിയല്ല ഇവളെ मुझको बता दे जो अपने तो दिल का बता दे जो तू ही मुझको बता दे चाहूं मैं या ना, अपने तो दिल का बता दे चाहूं मैं या ना, इतना बता दूं तुझको चाहत के अपनी मुझको ये तू नहीं थी फिर भी ये सोचा दिल ने अब जो लगा मुझे मुझे तुझे. ഈ ഡാൻസിൻ്റെ ക്ലിപ്പിൽ ശരിക്കും പാട്ടുണ്ടായിരുന്നു, പക്ഷേ കോപ്പിറൈറ്റിൻ്റെ ഇഷ്യൂ ഉള്ളതുകൊണ്ട് ഞാനത് ഒഴിവാക്കിയതാണ്. അപ്പോൾ 3 ഡാൻസ് ആയിരുന്നു കേട്ടോ അത്. അതായത് ഇപ്രാവശ്യം ജോയിൻ ചെയ്ത 3 ഡാൻസ് ആയിരുന്നു അത്. പിന്നെ കുറച്ച് നേരത്തെ പ്രോഗ്രാംസൊക്കെ കഴിഞ്ഞ് ഞങ്ങൾക്കൊരു ബ്രേക്ക് ആയിരുന്നു, ലഞ്ചൊക്കെ കഴിക്കാനുള്ളത്. അപ്പോൾ ഞങ്ങൾ നേരെ നോർമലി പോകുന്ന, അതായത് ഞങ്ങളെ സ്ഥിരം പ്ലേസ് കഫേ കൊല്ലയ്ക്ക് പോയിട്ട് ജസ്റ്റ് ഒരു ബിരിയാണിയൊക്കെ കഴിച്ചു വരാമെന്ന് വിചാരിച്ചു. അതായത് ഭവ്യൻ്റെ ഒരു പെൻഡിങ് ആയിട്ടുള്ളൊരു ട്രീറ്റ് ഉണ്ടായിരുന്നു,
അപ്പോൾ അവളുടെ വകയായിരുന്നു അന്ന് ഫുഡും കാര്യങ്ങളൊക്കെ. ഞങ്ങൾ നമ്മുടെ കോളേജ് ക്യാൻറ്റീനിലായിരുന്നു പോകാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അവിടെ ഫുഡ് തീർന്നു പോയി. അതുകൊണ്ടാണ് കഫേ കോലായിക്ക് തന്നെ ഞങ്ങൾ പോയത്. ആക്ച്വലി ഞങ്ങൾ ഈ ഒരു പ്രോഗ്രാം എന്ന് പറയുന്നത് 17th ഡിസംബറിനായിരുന്നു കേട്ടോ. ഞാൻ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യുന്നത് ഇന്നാണെന്നേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു വ്ളോഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടി ക്ലിക്ക് ചെയ്യുക. ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.